ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി. അവിടെ ശത്രുവിനേക്കാൾ അപകടകാരിയായിരുന്നത് ചിലപ്പോൾ മഞ്ഞും കൊടും തണുപ്പും ഓക്സിജന്റെ കുറവുമായിരുന്നു. 1984-ൽ ഇന്ത്യയും പാകിസ്ഥാനും ഈ മഞ്ഞുമലകൾക്കായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നിർണായകമായിരുന്നു. ഈ ഉയരങ്ങളിൽ ആദ്യം സൈനിക സാന്നിധ്യം ഉറപ്പിക്കുന്നവർക്കായിരുന്നു വലിയ തന്ത്രപരമായ മുൻതൂക്കം. പാകിസ്ഥാൻ നീങ്ങുന്നതിനു മുൻപ് ഇന്ത്യ ഒരു നിർണായക സൈനിക നീക്കത്തിന് തുടക്കം കുറിച്ചു. പേര് ഓപ്പറേഷൻ മെഗ്ദൂത്ത്. എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ മറികടന്ന് സിയാച്ചിൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഉയരങ്ങളിൽ ആദ്യമെത്തിയത്? ഇതാണ് സിയാച്ചിൻ്റെ കഥ. എന്തുകൊണ്ടാണ് സിയാച്ചിൻ ഇത്ര പ്രധാനപ്പെട്ടത്? വടക്കൻ ലഡാക്കിലെ കാരക്കോറം മേഖലയിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സിയാച്ചിൻ്റെ പ്രാധാന്യം അതിൻ്റെ മഞ്ഞുമലകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഗ്ലേഷ്യറിന് പടിഞ്ഞാറായി നിലകൊള്ളുന്ന സാൾട്ടോറോ റിഡ്ജും അതിലെ പ്രധാനപ്പെട്ട മലനിരകളും പാസുകളുമായിരുന്നു യഥാർത്ഥ തന്ത്രപ്രധാനമായ മേഖല. ഈ ഉയരങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വലിയ നിരീക്ഷണ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കും. അതുകൊണ്ട് ഇത് വെറും ഒരു ഗ്ലേഷ്യറിനായുള്ള പോരാട്ടമായിരുന്നില്ല, ഇത് ഉയരങ്ങൾക്കായുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യക്ക് ലഭിച്ച മുന്നറിയിപ്പ് 1970കളുടെ അവസാനത്തോടെ സിയാച്ചിൻ മേഖല കൂടുതൽ ശ്രദ്ധ നേടാൻ തുടങ്ങി. വിദേശ പർവ്വതാരോഹണ സംഘങ്ങൾക്ക് പാകിസ്ഥാൻ ഈ പ്രദേശത്തേക്ക് അനുമതി നൽകുന്നതും സിയാച്ചിൻ മേഖലയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കി. ഇതിനിടെ ഈ പ്രദേശത്ത് പാകിസ്ഥാൻ സൈനികമായി നീങ്ങാൻ ഒരുങ്ങുന്നതായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു. ഇന്ത്യക്ക് മുന്നിൽ 2 വഴികളായിരുന്നു: കാത്തിരിക്കുക അല്ലെങ്കിൽ ആദ്യം നീങ്ങുക. ഇന്ത്യ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. 1984 ഏപ്രിൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് സിയാച്ചിൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഉയരങ്ങൾ സുരക്ഷിതമാക്കാനുള്ള നീക്കത്തിന് തയ്യാറെടുത്തു. പേര് ഓപ്പറേഷൻ മെഗ്ദൂത്ത്. 1984 ഏപ്രിൽ 13 ഓപ്പറേഷൻ മെഗ്ദൂത്ത് ആരംഭിച്ചു. ഇന്ത്യൻ സൈനികരെ അതീവ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ സൈനികരെയും ആവശ്യമായ സാധന സാമഗ്രികളെയും മുന്നിലെത്തിച്ചു. തുടർന്ന് Mi-8, Mi-17, ചേട്ടക്ക്, ചീത്ത തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ സൈനികരെയും ആവശ്യമായ സാമഗ്രികളെയും ഗ്ലേഷ്യറിലെ അതീവ ഉയരങ്ങളിലേക്കെത്തിച്ചു. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കണം. ഇത് 1984-ൽ ആദ്യമായി സിയാച്ചിനിലേക്ക് ഇന്ത്യൻ വ്യോമസേന എത്തിയതല്ല. 1978 മുതൽ തന്നെ IAF ഹെലികോപ്റ്ററുകൾ സിയാച്ചിൻ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. 1978 ഒക്ടോബറിൽ ചെട്ടക് ഹെലികോപ്റ്റർ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഇറങ്ങിയിരുന്നു. അതിനാൽ 1984 മേഘദൂത് ആയിരുന്നു ഒരു വലിയ സൈനിക ഓപ്പറേഷന്റെ തുടക്കം. ഓപ്പറേഷൻ മെഗ്ദൂത്ത് ആരംഭിച്ചതോടെ ഇന്ത്യൻ സൈനികർ സിയാച്ചിൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഉയരങ്ങളിലും പാസുകളിലും നിലയുറപ്പിക്കാൻ തുടങ്ങി. സാൾട്ടോരോ റിജിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ സുരക്ഷിതമാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇവിടെയാണ് ഓപ്പറേഷന്റെ ഏറ്റവും നിർണായകമായ ഭാഗം. ഇന്ത്യ ആദ്യം ഉയരങ്ങളിൽ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചതോടെ പിന്നീടെത്തുന്ന പാകിസ്ഥാൻ സേനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു. കാരണം മലമുകളിൽ ഇതിനകം നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യത്തിന് താഴെയുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സൈന്യത്തെക്കാൾ വലിയ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കും. അങ്ങനെ ഒരു വലിയ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ നിർണായകമായ ഉയരങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെ പാകിസ്ഥാനും സിയാച്ചിൻ മേഖലയിലേക്ക് സൈനികമായി നീങ്ങി. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇന്ത്യ പ്രധാനപ്പെട്ട ഉയരങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. അതിനുശേഷം സിയാച്ചിൻ ഒരു സാധാരണ അതിർത്തി പ്രദേശമല്ലാതായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൈനിക ഏറ്റുമുട്ടൽ മേഖലകളിലൊന്നായി സിയാച്ചിൻ മാറി. ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മുൻതൂക്കം പിന്നീട് നടന്ന സംഘർഷങ്ങളിലും നിർണായകമായി. എന്നാൽ സിയാച്ചിനിലെ സൈനികർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും ശത്രു സൈന്യം മാത്രമായിരുന്നില്ല. പ്രകൃതിയും അവിടെ ഒരു വലിയ ശത്രുവായിരുന്നു. -30, -40, ചില സമയങ്ങളിൽ അതിലും താഴേക്ക് പോകുന്ന താപനില,
കനത്ത മഞ്ഞുവീഴ്ച, അവലഞ്ചസ്, ഓക്സിജന്റെ കുറവ്, അതീവ ദുർഘടമായ ഭൂപ്രകൃതി. അവിടെ ഒരു സാധാരണ ദിവസം പോലും ഒരു സൈനികന്റെ ശാരീരികവും മാനസികവുമായ സഹനശേഷിയുടെ വലിയ പരീക്ഷണമായിരുന്നു. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് സിയാച്ചിനിൽ പാകിസ്ഥാനെ മറികടന്നത്? ഒരു വലിയ ടാങ്ക് യുദ്ധത്തിലൂടെയല്ല, ഒരു വലിയ കരയുദ്ധത്തിലൂടെയും അല്ല. ആദ്യം തന്ത്രപ്രധാനമായ ഉയരങ്ങളിലെത്തി അവിടെ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചതിലൂടെയാണ്. 1984 ഏപ്രിൽ 13 ആരംഭിച്ച ഓപ്പറേഷൻ മെഘ്ദൂത്ത് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉയർന്ന പ്രദേശ സൈനിക ഓപ്പറേഷനുകളിലൊന്നായി മാറി. ഒരു ഗ്ലേഷ്യർ പിടിച്ചെടുക്കാനുള്ള മത്സരം പോലെ തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അത് ആരാണ് ആദ്യം ഉയരങ്ങൾ കൈവശപ്പെടുത്തുന്നത് എന്നതിൻ്റെ മത്സരമായിരുന്നു. മഞ്ഞുമലകൾക്കിടയിൽ ഓക്സിജൻ പോലും കുറവായ ആ ഉയരങ്ങളിൽ ഇന്ത്യൻ സൈനികർ ഇന്നും കാവൽ നിൽക്കുന്നു. 1984 ആരംഭിച്ച ഓപ്പറേഷൻ മെഘ്ദൂത്ത് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായി തുടരുന്നു. ഇതാണ് സിയാച്ചിൻ, ഇതാണ് ഓപ്പറേഷൻ മെഘ്ദൂത്ത്. ഇത്തരം ചരിത്രകഥകൾ ഇഷ്ടമാണെങ്കിൽ വോൾട്രിക്സ് ഡോക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ.